വാർത്തകൾ വിശദമായി. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടുത്ത ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് മുന്നറിയിപ്പ് നൽകി. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി അപർണ ചേരുന്നു. അപർണ, ഏതായാലും കാലവർഷം അങ്ങനെ ശക്തി പ്രാപിക്കുകയാണ്. എങ്ങനെയാണ് തിരുവനന്തപുരം ജില്ലയിലെ മഴയുടെ സാഹചര്യം? കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടുത്ത ദിവസങ്ങൾ അതിതീവ്ര മഴയ്ക്കാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതായത് ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലുമാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടാതെ 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്ററിലധികം മഴ ലഭിക്കാനുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. കൂടാതെ തന്നെ എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഏതായാലും കേരളത്തിൽ അങ്ങനെ കാലവർഷം ശക്തി പ്രാപിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്ന് 5 ജില്ലകളിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും അങ്ങനെ കാലവർഷം ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലെ തന്നെ പല മേഖലകളിലും ഈ ഒരു നാശനഷ്ടമടക്കം മഴയുടെ സാഹചര്യത്തിൽ നാശനഷ്ടമടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇനിയും കാലവർഷം കനക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വിവിധ ജില്ലകളിൽ ഇന്ന് 5 ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. റെഡ് അലർട്ടാണ് പല ജില്ലകളിലും നൽകിയിരിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും കാലവർഷം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ 5 ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 6 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയായിരിക്കും. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായിരിക്കും അവധി ഉണ്ടാവുക. മറ്റ് 6 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഏതായാലും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പാണ് ഉള്ളത്. ഇന്നലെ വിവിധ ജില്ലകളിൽ ഇടവിട്ട ശക്തമായ മഴയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കനത്ത നാശനഷ്ടങ്ങളടക്കം പല പ്രദേശങ്ങളിലും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും കടലാക്രമണത്തിന് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മത്സ്യബന്ധന വിലക്ക് തുടരുന്ന ഒരു സാഹചര്യമാണ്. കടലിൽ പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങളും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. തീരദേശ മേഖലയിലുള്ളവരും ഇത്തരത്തിൽ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശവും നൽകുന്നുണ്ട്. ഈ ഒരു ദുരന്ത ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ നിന്നും ആളുകളോട് ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏതായാലും പത്തനംതിട്ടയിൽ നിന്നും പ്രസാദ് MJ ചേരുന്നു. പ്രസാദ്, അങ്ങനെ കാലവർഷം അങ്ങനെ കനക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിലെ നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? ഇപ്പോൾ പ്രധാനപ്പെട്ട 3 നദികളാണ് ജില്ലയിൽ കൂടി കടന്നു പോകുന്നത്. ഒന്ന് പമ്പാ നദി, അച്ചൻകോവിൽ, മണിമല, പിന്നെ കല്ലാറ്. ശബരിമല വൃഷ്ടി പ്രദേശത്തു നിന്ന് ഏറ്റവും കൂടുതൽ വരുന്നത് പമ്പാ നദിയാണ്. പമ്പാ നദി നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെ ഈ മഴ ശക്തമായി കഴിഞ്ഞാൽ 2018 മഹാപ്രളയമൊക്കെ ഉള്ളതുകൊണ്ട് ഈ മഴ ശക്തമായി കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം ഭീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ 3 ദിവസം മുമ്പ് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി PC വിശ്വനാഥിന്റെ നേതൃത്വത്തിലെ ഈ ക്യാമ്പുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളിലും പിന്നെ ജലാശയങ്ങൾ ഒഴുകിപ്പോകാനുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ ത്രിതല പഞ്ചായത്തുകളുമായിട്ട് ആലോചിച്ചിട്ട് മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി കഴിഞ്ഞു. അതുകൊണ്ടൊക്കെ നദികളിലെ ജലനിരപ്പ് 2 ദിവസമായി പെയ്യുന്ന ആ മഴ കൊണ്ട് മിക്ക നദികളിൽ ഈ പറഞ്ഞ മണിമല, അച്ചൻകോവിലെ, പമ്പ നദിയിലെ ജലനിരപ്പൊക്കെ ഉയർന്നിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിന് നേതൃത്വത്തിലെ കൺട്രോൾ റൂം സജ്ജമായിട്ടുണ്ട്. ദുരന്ത നിവാരണ സേന റോഡിലേക്കൊക്കെ ചാഞ്ഞു കിടക്കുന്ന മരങ്ങളൊക്കെ വെട്ടിനിൽക്കലുണ്ട്.
പ്രധാനമായും ദീപ്തി നമ്മളിപ്പോൾ ജില്ലയിലെ ഏറ്റവും പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഗവി അടക്കമുള്ള മലയോര മേഖലയിലേക്കുള്ള യാത്രകൾക്ക് ചില വിലക്കൊക്കെ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ പ്രവർത്തിക്കുന്ന പാറമടകൾക്കൊക്കെ സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. റോഡുകളുടെയൊക്കെ അറ്റകുറ്റപ്പണി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചെറിയ 2-3 നാശനഷ്ടങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാലൊക്കെ മഴ വലിയ പ്രശ്നം ഒന്നും തന്നെ സംഭവിക്കാതെയാണ് കടന്നു പോകുന്നത്. ജലനിരപ്പെല്ലാം ഉയർന്നതിനാൽ ക്യാമ്പുകളൊക്കെ സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ് ജില്ലാ ഭരണകൂടം. ദീപ്തി, ശരി, എന്തായാലും 5 ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മറ്റ് ജില്ലകളിലും മുഴുവൻ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. 5 ജില്ലകളിൽ റെഡ് അലേർട്ടാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാക്കി 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്.